ഹലോ ഗായ്സ്, അപ്പോൾ ഞാനും സുക്കുംബിയും ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സൂര്യനെ നിങ്ങൾ അറിയാമായിരിക്കും, എൻ്റെ വീഡിയോയിൽ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ ബസ് കയറി പോകേണ്ട, ഞാനും അമ്മായിയും സുക്കുംബിയും കൂടിയാണ് കല്യാണത്തിന് പോകുന്നത്. അപ്പോൾ അങ്കമാലിയിൽ കോതകുളങ്ങര എന്ന് പറയുന്ന ഒരു അമ്പലത്തിലെ ഹോളിൽ വെച്ചിട്ടായിരുന്നു പരിപാടി നടത്തിയത്. അവർ ഗുരുവായൂർ പോയിട്ടായിരുന്നു കെട്ട്. അപ്പോൾ ആരും തന്നെ എത്തിയിട്ടുണ്ടായില്ല കേട്ടോ. ഞങ്ങളൊക്കെ നേരം വെളുത്തപ്പോൾ തന്നെ എത്തി. അപ്പോൾ അതേ അവിടെ കുറേ നേരം നിരീക്ഷിച്ചിട്ട് നമ്മൾ നേരെ ഹോളിലോട്ട് കയറുവാണ്. അപ്പോഴും അവരുടെ കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നേരത്തെ വരാൻ കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പം വഴി അറിയാൻ പാടില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നേരത്തെ തന്നെ പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ അവർക്ക് ഇരിക്കാനൊക്കെ ഉള്ള ആ ഒരു ഡെക്കറേറ്റീവ് സ്ഥലം. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനും സുക്കുംബി അമ്മായും കുറേ നേരം പോസ്റ്റ് ആയിട്ടോ. കാരണം നമ്മൾ ഹിന്ദുസിൻ്റെ കല്യാണം അങ്ങനെ കൂടിയിട്ടില്ല, ഞാൻ അങ്ങനെ കൂടിയിട്ടില്ല. അതിന് കുറേ നേരം കാത്തിരിപ്പിന് ശേഷം അവർ രണ്ടുപേരും വന്നു. പ്രവീണും സൂര്യയും രണ്ടുപേരും പേരങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും വന്നു. അവർ വന്നതിന് ശേഷം കുറേ നേരം പെണ്ണിന് റെഡി ആവാനൊക്കെ ആയിട്ടുള്ള കുറേ പരിപാടി ഉണ്ടായിരുന്നു. അതെവിടെയും പോസ്റ്റായിട്ടിരുന്നു. അത് കഴിഞ്ഞ് സാരി കൊടുത്ത് സുന്ദരിയായിട്ട് വന്നത് വിളക്ക് കൊളുത്തുവാണ്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട്. ഞാൻ അങ്ങനെ ഹിന്ദുസിൻ്റെ കല്യാണം കൂടിയിട്ടില്ല, ക്രിസ്ത്യൻസിൻ്റെയും കൂടിയിട്ടില്ല. എനിക്ക് അങ്ങനെ കണ്ട് ശീലമില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇരുന്ന് ആസ്വദിക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് എൻഗേജ്മെൻ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റിംഗ് എക്സ്ചേഞ്ച് ആയിട്ട് അവരത് റിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന ഒരു പരിപാടിയും കൂടി ഇതിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്നു. ഇനി ഇതും ഹിന്ദുക്കളുടെ കല്യാണത്തിനുള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ ആ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ നേരം ഇരുന്നു. അവസാനം ഞാനും സുക്കുംബിയും കൂടിയും ഫോട്ടോ എടുക്കാൻ കയറി. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കുശലം പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ച് കളിയാക്കി കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല സെറ്റായിട്ട് അവിടുന്ന് പോരാൻ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നത് സദ്യയിലോട്ടാണ്. അപ്പോൾ കല്യാണത്തിന് വന്നാൽ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് സദ്യയാണല്ലോ. ഞാൻ കല്യാണത്തിന് പോയി സദ്യ കഴിച്ചിട്ട് ഒരുപാട് നാളായി. അതായത് ഹിന്ദുക്കളുടെ കല്യാണത്തിന് ഒരുപാട് നാളായിട്ട് സദ്യ കഴിച്ചിട്ട്. അപ്പോൾ നമുക്ക് സദ്യ കഴിക്കാനൊക്കെ ഒരു കൊതി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇല ഇട്ടു. പിന്നെ കുറേ കറികളൊക്കെ ചേച്ചിമാർ വിളമ്പാണ്. എനിക്ക് സദ്യയിൽ ആകെ അറിയാവുന്നത് പായസം, അവിയൽ, കൂട്ടുകറി, അതുപോലെ തോരൻ. ഈ സംഭവത്തിൻ്റെ പേര് മാത്രമേ എനിക്ക് ഇതിൻ്റെ ഉള്ള അറിയാൻ പാടുള്ളൂ. വേറൊന്നും ഞാൻ അങ്ങനെ കഴിക്കില്ല. ഒറ്റ കറി ഞാൻ കഴിച്ചിട്ടില്ല. കഴിക്കാൻ എനിക്ക് അങ്ങനെ താല്പര്യമില്ല. ഞാൻ ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി. പിന്നെ പായസത്തിന് പറയുകയാണെങ്കിൽ സൂപ്പർ പായസമായിരുന്നു. അടപ്പായസം ഉണ്ടായിരുന്നു, പരിപ്പ് പായസം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങാൻ നേരത്ത് ഭയങ്കര മഴ, പെരും മഴയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തിരുന്നപ്പോൾ അമ്മായിനോട് പറയുകയാണെങ്കിൽ ഇവൾ എങ്ങാനും ഈ തേങ്ങ ചിരണ്ടിയപ്പോൾ എങ്ങാനും വാരി തിന്ന് കാണും, അതുകൊണ്ടാണ് മഴ പെയ്യുമ്പോൾ ഞങ്ങൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ മഴയത്ത് ബസ്സൊക്കെ പിടിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരുപാട് നാളായിട്ട് കാത്തിരുന്നൊരു കല്യാണമാണ്. അപ്പോൾ നന്നായിട്ട് അടിച്ച് പൊളിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി പിന്നെ കാണാം. ബൈ.